ഇപ്പൊ കൂടുതലും കപ്പിൾസ് എനിക്ക് തോന്നുന്നു രണ്ടുപേരും രണ്ട് കൺട്രിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ. രണ്ടുപേർക്കും നല്ല ജോലി ഉണ്ടാവും, രണ്ടുപേർക്കും അത് ഒരാൾ അവിടുന്ന് ഒഴിവാക്കി നാട്ടിൽ വരുന്ന സാഹചര്യം ആയിരിക്കില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവർ ഒരുമിച്ചുള്ള ഒരു ജീവിതം മുന്നോട്ട് പറ്റാതെ വരികയും അങ്ങനെ ഡിവോഴ്സ് കേസുകളിലേക്കൊക്കെ പോവുകയും ചെയ്യാറുണ്ടോ? ഈ കരിയർ കളയാൻ വയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ തോന്നാത്തത് കൊണ്ട് ഇങ്ങനെ രണ്ട് കൺട്രിയിലും രണ്ടുപേരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയും അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന അങ്ങനെയുള്ളത് വളരെ കുറവാണ്. അങ്ങനെ രണ്ട് കൺട്രിയിൽ ഇവർ കൂടുതൽ ഇവരിലെല്ലാം ഒരുമിച്ചൊക്കെ ഒരു രാജ്യത്തൊക്കെ ആയിരിക്കും ഒരു ജോലിക്കൊക്കെ പോകുന്നത്. കൂടുതലും അങ്ങനെ കാണുന്നു. പിന്നെ വളരെ റെയർ കേസിലേ ഉള്ളൂ ഈ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് കൺട്രിയിൽ, അവിടെ കുട്ടികളുടെ ടേക്ക് കെയർ ചെയ്യുന്ന ചിലപ്പം ഇവിടുത്തെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയിരിക്കും. അപ്പം അത് വളരെ കുറവാണ്. പിന്നെ ഒരു പ്രശ്നം വരിക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റഡി, ഒരു ഡിവോഴ്സിലേക്ക് പോകുമ്പം അവർക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ കസ്റ്റഡിയിൽ ചെറിയൊരു ഇഷ്യൂ വരും. കാര്യം ചിലപ്പം ഹസ്ബൻഡ് ഫാദർ നാട്ടിലായിരിക്കും, മദർ എബ്രോഡ് ആയിരിക്കും. അപ്പം കുട്ടിയുടെ കസ്റ്റഡി എങ്ങനെ, കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനത്തെയൊക്കെ ഒരു മെൻ്റൽ ട്രോമ വരും. ചിലപ്പം പലരും പുറത്തേക്കുള്ള ജോലി തന്നെ വേണ്ടാന്ന് വെക്കും കുട്ടിയുടെ കൂടെ നിൽക്കാൻ എന്നുള്ള ഇതിൽ. പക്ഷെ ഇപ്പം നമ്മുടെ നിയമം കുറച്ചും കൂടെ സുപ്രീം കോടതി ആണെങ്കിലും കുറച്ചും കൂടെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്നതാണ്. ഇപ്പം പല ജഡ്ജ്മെന്റ്സും അങ്ങനെയുള്ളതാണ് വന്നിട്ടുള്ളത്. പല കേസുകളും സുപ്രീം കോടതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈയിടെ ഒരു കേസ് 2010 ഒരു കേസിൽ വിക്രം വേഴ്സസ് ബെല്ല എന്ന് പറഞ്ഞൊരു കേസിൽ 2010. അപ്പം അന്നൊരു മ്യൂച്വൽ കൺസെന്റ് വെച്ചിട്ടാണ് ഡിവോഴ്സ് കിട്ടിയത്. മ്യൂച്വൽ കൺസെന്റ് ഇങ്ങനെ ആയിരുന്നു. ആ കേസിന്റെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ പറയാണ്. ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആണ്. അപ്പം മദറിന് കസ്റ്റഡി കൊടുത്തു, ഫാദറിന് വിസിറ്റേഷൻ ആണ്, ഇടയ്ക്ക് വന്ന് കാണാം എന്നുള്ളതാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ മദറിന്, വൈഫിന് ജോബ് കിട്ടി പുറത്ത്, ഓസ്ട്രേലിയയിൽ പോകാൻ. അപ്പം കുട്ടിയെ കൊണ്ടുപോകാനുള്ള പ്ലാനില്ല. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു, കോടതി കൊടുത്തു, എനിക്ക് കാണാൻ പറ്റത്തില്ല, മറ്റേ ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു, അപ്പം ഹൈക്കോടതി പറഞ്ഞു അത് കുഴപ്പമില്ല, 6 വർഷത്തിൽ 2 വട്ടം കുട്ടിയെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടിയുടെ ഫാദർ സുപ്രീം കോടതിയിൽ പോയി. ആ കേസിൻ്റെ അകത്തൊരു ഭയങ്കര ഒരു വലിയൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ബെനിഫിഷ്യൽ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്, വെൽഫെയർ ആണ്. അപ്പം കുട്ടിയുടെ വെൽഫെയർ കൂടുതൽ ഇപ്പം അമ്മയുടെ കൂടെ ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ചെയ്യുമ്പോൾ കുട്ടിയുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമെങ്കിൽ അമ്മയുടെ കൂടെ തന്നെ വിടാൻ വേണ്ടിയാണ് സുപ്രീം കോടതി വരെ വിധിച്ചത്. ഇപ്പം ഞാൻ ഇതൊരു എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇങ്ങനെ പുറത്ത് ജോലി നോക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പുറത്ത് ജോലി പോയി എന്ന് വെച്ച് കുട്ടിയുടെ കസ്റ്റഡി നഷ്ടപ്പെടണം എന്നില്ല. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഹസ്ബൻഡ് നാട്ടിലാണ്, മദർ പുറത്താ ജോലിയെങ്കിൽ കുട്ടിയെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം അങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ അത് സർക്കംസ്റ്റാൻസസും അവരുടെ സിറ്റുവേഷനും ബേസ് ചെയ്തിട്ടാണ്. കുഞ്ഞതിന് ഓക്കെ ആണ്, അല്ലെങ്കിൽ കുഞ്ഞിനത് ബെനിഫിറ്റ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം. കുട്ടിക്ക് ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോകുന്നതാണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ UAE നിൽക്കുന്നതാണ് ബെനിഫിറ്റ്. അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, അവിടെ അപ്ബ്രിങ്ങിങ് നല്ലതായിരിക്കും എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കോടതി എബ്രോഡ് കുട്ടിയെ വിടും. അപ്പം ചിലപ്പോൾ പക്ഷെ അച്ഛനാണല്ലോ, അപ്പം വിസിറ്റേഷൻ പക്ഷെ ഈ പറഞ്ഞിട്ട് ചിലപ്പോൾ കോടതി പറയും 6 മാസത്തിൽ ഒരിക്കൽ വന്ന് കാണിക്കണം. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് കാണിക്കാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അതൊരു നെഗറ്റീവ് ഇംപ്ലിക്കേഷൻ ഉണ്ടാവും. അത് കോടതിയിൽ എപ്പോഴും കാണുന്ന ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അച്ഛൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് മേടിച്ചുകൊണ്ട് പോകേണ്ടി വരിക, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടായാലും ഒരു 1-2 ദിവസത്തേക്കാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സീൻ, അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് സ്ഥിരം. അത് നമ്മൾ ഡെയിലി കോടതി കാണുന്ന ഒരു വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു വലിയ ഡെയിലി കോടതി കാണുന്ന ഒരു കാഴ്ചയാണത്. കുട്ടിയെ വലിച്ചെടുത്തുകൊണ്ട് പോവുക, പേരൻസ് കോടതിക്കകത്ത് കിടന്ന് അടി ഉണ്ടാക്കുക, ചീത്ത വിളിക്കുക, മാറി നിന്ന് കൂട്ടത്തോടെ ഓരോ റിലേറ്റീവ്സ് ഒന്ന് അച്ഛൻ്റെ കോളറിൽ പിടിക്കുക. അപ്പം കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് വളരെ കുട്ടിയുടെ മാനസിക നിലയെ വളരെ മോശമായിട്ടത് ബാധിക്കും. പക്ഷെ കോടതിയിലെ പ്രമിസസിൽ ഇപ്പം അതിനൊക്കെ സ്ട്രിക്ട് നോംസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊന്നും ചെയ്തുകൂടാന്നാണ്. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് അത് നമ്മുടെ കൺട്രോളിലല്ല, നമ്മൾ കാണാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ കോടതിയിൽ കുട്ടികൾ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഒരു വിങ്ങലാണ്.
കുഞ്ഞുങ്ങളിപ്പോൾ എനിക്ക് മോനൊക്കെ ഉള്ളു. അപ്പോൾ അവർ വന്ന് കുഞ്ഞു പ്രായത്തിൽ ഈ കോടതിയുടെ അവിടെ വന്ന് ഇങ്ങനെ ഫുഡ് പോലും കഴിക്കുക, ചിലപ്പോൾ രാവിലെ വന്ന വൈകിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാണുന്ന നമുക്ക് തന്നെ വിഷമമാണ്. അല്ല, നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അല്ലെ, ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളൊരു ഡിവോഴ്സിനെ ഒരു ഫാമിലി ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റി ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതി ഇപ്പോഴും നമ്മൾ വളരെ പിന്നിലാണെന്ന് പറയേണ്ടി വരും. ആ ഒരു കാര്യം, അതായത് അവർക്ക് പിന്നീട് ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങൾ, കുറേ സോഷ്യൽ സ്റ്റിഗ്മാസ് ഒക്കെ കാണും. പിന്നീട് വേറൊരു കല്യാണത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് നടന്നിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലല്ലേ. അപ്പോൾ ഒരു ഡിവോഴ്സ് കഴിയുമ്പോൾ അതൊരു ലീഗൽ ഫോർമാലിറ്റി ആണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, അത് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് ലീഗലി നമ്മൾ രണ്ടായിട്ട് ജീവിക്കാനായിട്ട് പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടും ആ ഒരു എന്താ പറയുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല അതായി എന്നേ ഉള്ളൂ. രണ്ട് വ്യക്തികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. വീണ്ടും അവർക്ക് കാണണമെങ്കിൽ കുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കൂളിലെ ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിന് ഒരുമിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുട്ടിക്ക് സുഖമില്ലാതെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് പോകണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പിന്നോട്ട് തന്നെയല്ലേ നമ്മൾ നിൽക്കുന്നത്? അങ്ങനെ തന്നെയാണ്, പിന്നോട്ടാണ്. കാരണം അവര് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ വേറൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുകയോ വേറെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പം അവിടുന്ന് അവർക്കും ആ ഒരു മെന്റലി സ്ട്രോങ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ എക്സ് ഹസ്ബൻഡ് അടുത്ത് പോകുമ്പം ഓക്കെ പൊയ്ക്കോട്ടെ കുട്ടിക്ക് വേണ്ടി, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഇപ്പോൾ പുതിയതായിട്ട് ഒരു മാരേജ് ചെയ്യുമ്പോൾ, സെക്കൻഡ് മാരേജ് ചെയ്യുമ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരെ നോക്കി കല്യാണം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ഫാമിലികളെ നമുക്കറിയാം. രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് സ്വന്തം മക്കളെ പോലെ തന്നെ അവരെ നോക്കുന്നതും, എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് വൈഫ് അവർ ഫാമിലിയായിട്ട് മിങ്കിൾ ചെയ്യുന്നതും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് വന്ന ഫാമിലി ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും വേണ്ടത്. ഫാമിലീസ് തന്നെയല്ലേ. ഇപ്പൊ നമ്മള് ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പോയി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന എല്ലാവരും ചോദിക്കും തിരിച്ചു പോകുന്നില്ലേ, എന്താ പ്രശ്നം എന്നുള്ളത് കേൾക്കുമ്പോൾ ഈ പേരൻസിന്റെയും വീട്ടിലുള്ളവരുടെയൊക്കെ ആ ഒരു അസ്വസ്ഥത കൊണ്ടായിരിക്കും ചിലപ്പോൾ എങ്ങനെങ്കിലും തിരിച്ച് വീട്ടിൽ പോവാം അല്ലെങ്കിൽ എങ്ങനെങ്കിലും വീണ്ടും മുന്നോട്ട് പോകാം എന്ന് പറയുന്നത്. അങ്ങനെ പല കേസുകളിലും നിർഭാഗ്യവശാൽ അതൊരു സൂസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ നമ്മൾ കാണേണ്ടിയും വരാറുണ്ട്. കാരണം ആർക്കും എൻ്റെ വീട്ടിലും എനിക്ക് സ്ഥാനമില്ല, എനിക്ക് അവിടെയും നിൽക്കാൻ പറ്റുന്നില്ല, തിരിച്ച് മുന്നോട്ടുള്ള ജീവിതം ഒരു മാരേജ് ലൈഫും നന്നായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ നിന്ന് തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും എനിക്ക് തോന്നുന്നു അവർക്ക് എന്തും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി വളരെ കുറവാണ് അല്ലെ. എല്ലാം നമ്മളിങ്ങനെ കൊടുത്ത് വളർത്തുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ, ഈവൻ മൊബൈൽ ഫോൺ പോലും കൊടുത്തിട്ട് ഇപ്പൊ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ച് മേടിക്കാൻ പാടാണ് ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും. അപ്പൊ എല്ലാം കിട്ടി ഇങ്ങനെ പാമ്പർ ചെയ്ത് ഒരു വിഷമവും ഒന്നിനെയും ഫേസ് ചെയ്യാത്ത രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ ഒരു ഇൻലോസിന്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെ കുറെ നെഗറ്റിവിറ്റീസ് കിട്ടുന്നത് സഹിക്കാൻ പറ്റാതെ വരും. അത് അടുത്ത ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നല്ലോ, ഒരു ബോഡി ഷെയ്മിങ് വന്നാലും അല്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളൂല എന്ന് പറയുമ്പോൾ പോലും തകർന്നു പോയിട്ട് സൂയിസൈഡ് കേസുകളിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മളല്ലേ, നമ്മൾ സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മളല്ലേ ഇതിനൊക്കെ ഉത്തരവാദികളായിട്ട് നിൽക്കുന്നത്. കാരണം ഒരു ഡിവോഴ്സ്, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ അവളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ ഇപ്പോഴും ആളുകൾ തയ്യാറാവുന്നില്ല. അതായത് ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്തോ ആയിട്ടും ഒരു ഭാഗത്തുകൂടി നടന്നു പോകുന്നില്ലേ? വളരെ ശരിയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ മാരേജ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ്. ഒരു പൈസയൊക്കെ കൊടുക്കുക, പൈസ വാങ്ങിക്കുക, ഈ ഒരു സിസ്റ്റം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ്. ഒരു എക്സ്പെൻസീവ് പ്രോസസ്സാണ്. അപ്പം ആ ഒരു മാരേജിൻ്റെ സമയത്ത് വീട്ടുകാർ കടം വാങ്ങിച്ചും അതൊക്കെ എടുത്തും പണയം വെച്ചും ഒക്കെ ആയിരിക്കും ഒരു കുട്ടിയെ ചിലപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. സ്ത്രീധനം അല്ല, സ്ത്രീധനം എന്നല്ല ഞാൻ പറയാം, ചിലപ്പോൾ എക്സ്പെൻസ് ഉണ്ടല്ലോ കല്യാണത്തിന് ചിലവാകുന്ന ആ ഒരു എക്സ്പെൻസ്. അപ്പം അത് ഡൈവോഴ്സ് ആകുമ്പോൾ അവരറിയും ഞാൻ ഇത്രയും കാശ് മുടക്കി കല്യാണം കഴിപ്പിച്ച് ഇനി നീ വീട്ടിൽ വന്നാൽ ഇനിയിപ്പോൾ എന്തോ ചെയ്യും, ആൾക്കാരെന്തോ പറയും. അത് മാത്രമേ അങ്ങനെ ഒരു സ്റ്റിഗ്മയുണ്ട്. ഒരു ഡിവോഴ്സ്ഡ് വുമൺ ആണെങ്കിൽ വേറെ ആൾക്കാർക്ക് അപ്രോച്ചബിൾ ആണ്, അങ്ങനെയൊക്കെ ഒരു സ്റ്റിഗ്മ നമ്മുടെ നാട്ടിലും ആൾക്കാർ മോശം പറയും. അതൊക്കെ സൊസൈറ്റിയിൽ ഇഷ്യൂ ആണ്. അതൊക്കെ കൗൺസിലിങ്ങും ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിലും ഒക്കെയാണ്. അത് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഈ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ. ഇതിപ്പം നമ്മളിപ്പം കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ആരെ എന്തോന്ന് പോലും ആരും ശ്രദ്ധിക്കത്തില്ല.
പക്ഷെ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ പ്ലേസിൽ നമ്മൾ നിൽക്കുമ്പോഴും ഈ ബുദ്ധിമുട്ട് കൂടുതൽ ഫേസ് ചെയ്യും. എല്ലാവരെയും അറിയാം, എല്ലാവരും മറ്റേ കുറിച്ച് ഡൈവോഴ്സ് ആയി അങ്ങനെയൊക്കെയുള്ള സംസാരം വരുമ്പോൾ ഒരു മെൻ്റൽ, അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാത്ത പലരും ഉണ്ട്. ഈ എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യും, കടിച്ചു പിടിച്ച് നിൽക്കും, മാക്സിമം എക്സ്റ്റെൻഡ് കടിച്ചു പിടിച്ചിരിക്കും. എന്നിട്ടും അവർക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കാണത്തില്ല. എൻഡ് ഓഫ് ദി ഡേ അവരത് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും. കൂടുതൽ ഈ 2 റൂമിലായിരിക്കും കപ്പിൾസ് കിടന്നുറങ്ങുന്നത്, 2ആയിട്ടാണ്. പക്ഷെ അത് പുറത്ത് അവർ അറിയിക്കാത്ത രീതിയിൽ എങ്ങനെയും അതിനെ ഇപ്പം ഈവൻ നല്ല ജോലിയുള്ളവരാണ്, എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാലും അവർ തമ്മിലുള്ള ഒരു മെൻ്റലി ഉള്ള ഒരു അറ്റാച്ച്മെന്റ് പോയിട്ട്, അതായത് മാനസികപരമായിട്ടുള്ള ഒരു അടുപ്പം ഇല്ലാതായിട്ട് ഒരു റൂമിൽ തന്നെ 2 കട്ടിലിട്ട് കിടക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടും ഒരുമിച്ചുള്ള ഒരു ജീവിതം ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന രീതിയിൽ പോവുക. പക്ഷെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹവും കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ഒരുപാട് കേസുകൾ ഇപ്പോൾ വരാറുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ കേസുകൾ അറിയാം. അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കേസിൽ അവർ ഒരുമിച്ച് വാങ്ങിച്ച ഫ്ലാറ്റാണ്. അപ്പം രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്, രണ്ടുപേരും ഒരുമിച്ച് അതിൻ്റെ അകത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലോണൊക്കെ എടുത്ത് ചെയ്ത ഫ്ലാറ്റ്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാറണം എന്നുണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരും മുടക്കിയൊരു പർച്ചേസ് ചെയ്തൊരു ഫ്ലാറ്റ് മാറാൻ പറ്റുന്നില്ല, ഒരാളും വിട്ടുവീഴ്ച ചെയ്തില്ല. അപ്പം രണ്ടുപേരും 2 മുറിയിൽ കിടക്കും. അവർക്കൊരു പട്ടിയുണ്ട്, ആ പട്ടിയെ കളിപ്പിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാർ പലരും ഉണ്ട്. അത് ഈ പറയുന്ന പോലെ ഫിനാൻസ് അതിൻ്റെ അത്ര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് അവർ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും, രണ്ടുപേരും കൂടെ ബുദ്ധിമുട്ടിയായിരിക്കും ഒരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ഇഷ്യൂ വന്ന്, ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത ഇഷ്യൂ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, പിന്നെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും നാൾ സമ്പാദിച്ചത് ഇവിടെ കിടക്കുക. അപ്പം അങ്ങനെയുള്ള ട്രോമ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നവരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പുറത്ത് എങ്ങനെ പറയും, ആൾക്കാരുടെ അടുത്ത് എങ്ങനെ പറയും. ചിലപ്പം ഹസ്ബൻഡിന് വേറെ റിലേഷൻ കാണും, വൈഫിന് വേറെ റിലേഷൻ കാണും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നാണക്കേടല്ല, അല്ലെങ്കിൽ വേറെ ആരല്ലോ അറിഞ്ഞാൽ എൻ്റെ കഴിവേടോ ഉണ്ടോയെന്ന് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ പക്ഷെ ഇപ്പം ആൾക്കാർ കുറച്ചും കൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്ത്, പക്ഷെ ഒരിക്കലും ഇത് മാക്സിമം നടക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. മനസ്സിലായില്ല?